ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ചില ഓയിൽമെൻറ്റുകളൊക്കെ നിങ്ങൾ കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ്. ഞാൻ അന്നും മുമ്പ് ഓർക്കൂല, എനിക്ക് ഇതിൻ്റെ ആവശ്യം വന്നാലും ഞാനത് ഓർക്കാറില്ല. ഇന്നിപ്പോൾ എന്തോ എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇത് നമുക്ക് ഫലം കിട്ടിയതാണല്ലോ, ഇത് വീഡിയോയിലൂടെ ആർക്കെങ്കിലും ഫലം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിടാൻ നോക്കുന്നത്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം അങ്കിളിനായാലും എനിക്കായാലും ഉപയോഗിക്കുന്നത്, കൂടുതലും അങ്കിളാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അങ്കിൾ എന്നോട് പറയുമായിരുന്നു, നീ ഇത് ഇങ്ങനെ തണ്ടലിനിട്ട് നോക്ക്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് നീർക്കിട്ട് വരും. ഓപ്പറേഷൻ ചെയ്തായിരുന്നതാണല്ലോ, 10 വർഷമായി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസം എനിക്ക് തോന്നി. നല്ല പുകച്ചിലാണ് ഇത് ഇടുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആവി വെച്ചു. അതങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് പരിച്ചു വിട്ടു, അത് മാറിയത്. അപ്പോഴും ഞാൻ ഈ വീഡിയോ ഇടുന്ന കാര്യമൊന്നും ഞാൻ ഓർക്കാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാൽമുട്ടിന് വേദന വന്നു, കാലാവസ്ഥ മാറി, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ നീർക്കെട്ട് ഇനി തണ്ടലിലേക്ക് കയറുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് മുമ്പേ വരെയൊക്കെ തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പണി ഇവിടെയൊന്നും എടുക്കുന്നില്ല. അപ്പം ഞാനിത് ഇട്ടു. അപ്പോൾ പിന്നെ ഞാൻ മുട്ടിന് മുരിങ്ങയില കുഴച്ച് വെച്ചു, പൊത്തി വെച്ചു, അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ തണ്ടലിന് ഞാൻ ഇത് വെച്ചിട്ട്, ഇത് തന്നെയല്ല കേട്ടോ, നമുക്ക് ഏത് കൂട്ടമെന്ന് പരീക്ഷിച്ച് നോക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഇംഗ്ലീഷ് മരുന്നാണല്ലോ നമ്മുടെ രീതിയിൽ പറയുമ്പോൾ. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അത് തീർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കവർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഞങ്ങൾ വേറെ വാങ്ങി. അപ്പോൾ അതിൻ്റെ ഫലം അത്രയ്ക്ക് ഉണ്ടായത് കൊണ്ടാണല്ലോ ഞങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ ഇവിടെ കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ കൊണ്ടു ചെന്നപ്പോൾ അവരത് ഹോൾസെയിലിൽ അവരെടുക്കാൻ പോയി അത് എടുത്ത് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ 1-2 വാങ്ങിട്ടോ. ഈ പ്രായമായവർക്ക് മുട്ട് വേദന, ഈ കൈയുടെ ഇവിടെയൊക്കെ വേദന, ഇവിടെയൊക്കെ ഉണ്ടല്ലോ വേദന, പിന്നെ പുറം വഴി വേദന, അതെല്ലാം ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്നും അത്ര ശ്രദ്ധിച്ചായിരുന്നില്ല. ഇന്നിപ്പം മേടിച്ച് കൊണ്ടുവന്ന് ഒരെണ്ണം തീർന്ന കണ്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഒരെണ്ണം വാങ്ങിയിട്ട് പോരെ എന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ടില്ല. ഇത് ഇപ്പോൾ പഴയത് ഇത്തിരി ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല. ആർക്കെങ്കിലും നല്ലതാണ് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അതൊന്നും വെറുതെ മേടിച്ചൊന്നും നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യേണ്ട ഈ കാര്യമില്ലല്ലോ. നമുക്കൊരു വീടായത് അത്യാവശ്യമാണ്. എപ്പോഴായ ഒരു ചതവ് വരണേ, ഉളുക്ക് വരണേ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് എപ്പോഴായാലും നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ്. ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകില്ലല്ലോ, തലതിരിഞ്ഞ് കാണണം. മറ്റേ പാട് ഇട്ടാലും ശരിയാവുമ്പോൾ എന്ന് എനിക്കറിയില്ല. ഞാൻ മറ്റേ എഡിറ്റിങ്ങിൽ റൈറ്റ് ലെഫ്റ്റ് ആക്കി ഇടുന്നുണ്ട്, അപ്പോഴും കിട്ടുമല്ലെന്ന് അറിയില്ല. അത് കാരണം കൊണ്ട് ഞാൻ മറ്റേ പാട് നേരെ ബാക്ക് ക്യാമറയിലൂടെ എടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാണിത്. പ്രായമായവർക്കൊന്നുമല്ല, അപ്പോൾ ഒരു ചെറുപ്പക്കാർക്കായാലും എന്തെങ്കിലും ഒരു ഉളുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്ന് ഇത് പുരട്ടിയാൽ വളരെ ആശ്വാസമുണ്ട്. എനിക്ക് കുറേ നാളുകളായിട്ട് എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നതല്ല. ഇത് ഞാനൊരു യാത്ര ചെയ്തിരുന്നു 2 വീലറിൽ. അപ്പോൾ അന്ന് ഇത്തിരി മഞ്ഞും ഉണ്ടായിരുന്നു, മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ തണുപ്പിലും മഞ്ഞത്തും മഴയത്തുമായിട്ട് ആ ഇരിപ്പിൻ്റെ കൂടി ആയിരിക്കാം എനിക്കിത്തിരി ഇത് വന്നു പോയത്. കുഴപ്പമില്ല, മാറുമെന്ന് വിചാരിക്കണു. കുറവുണ്ട്. ഇപ്പം ഇന്നലെയും ഞാൻ ഓരോ കാൽമുട്ടിൻ്റെ കാര്യം പറഞ്ഞു, കുറവുണ്ടെന്ന് പറഞ്ഞു. കുറവുണ്ടായിരുന്നു. തീർത്തും അങ്ങോട്ട് മാറി. അതുകൊണ്ട് നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ലല്ലോ.
ഇത് ആശുപത്രി പോയാലും പെട്ടെന്നൊന്നും അങ്ങനെയാണ് മാറില്ല. വേദന സംഹാരി ഇഞ്ചക്ഷൻ എടുത്താലും ഈ ഇതുപോലെയുള്ള നീർക്കെട്ട് വന്നാൽ കുറേ നാൾ, വർഷം വരെ പിടിക്കും. എൻ്റെ സ്പെല്ലിങ് പറയട്ടെ കേട്ടോ. OMNIGEL. ആർക്കായാലും ഉപകാരപ്പെടുന്നതാണ് ഇത്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അതാണ് അതിൻ്റെ പേര്. ഇപ്പം ഈ കാണിക്കുന്നതാണ് അതിൻ്റെ പേര്. വരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.